സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 20, 11 തിരുവചനം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ ഉണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20 അധ്യായം 11 തിരുവചനത്തിൽ മർത്യേ ജീവിതത്തിൽ വളരെ ആശ്വാസം നൽകുന്ന ഒരു സാന്ത്വന വാക്കാണ് നാം കാണുന്നത്. സത്യത്തിൽ ഈ തിരുവചനം നമുക്ക് നൽകുന്ന ആശ്വാസം എത്ര വലിയതാണ്. നാം ഈ ഭൂമിയിൽ ഏകാന്തത അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ, കഷ്ടതയിലായിരിക്കുമ്പോൾ, പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, മാനസിക വിഭ്രാന്തി നമുക്കുണ്ടാകുമ്പോൾ, ഈ പട്ടിക ഇനിയും വളരെ വലുതാക്കാവുന്നതാണ്. മനുഷ്യജീവിതത്തിലെ ഓരോ ജീവിതാനുഭവങ്ങളും നമ്മെ വേദനിപ്പിക്കുമ്പോൾ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യമുള്ളവർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനിടയാകും. അതിജീവനം എന്നുള്ളത് ഇന്നത്തെ അഥവാ ഈ അന്ത്യകാലത്തെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കും? എങ്ങനെ ഈ വിഷയത്തെ അതിജീവിക്കും? എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും? ഇത് അനേകരുടെ ചോദ്യചിഹ്നമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സത്യത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് അഥവാ നമ്മുടെ സ്വയം ശക്തിക്ക്, നമ്മുടെ സ്വയബുദ്ധിക്ക്, സ്വയജ്ഞാനത്തിന്, നമ്മുടെ കഴിവുകൾക്ക് സാധ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെയാണ് നമുക്ക് മറ്റൊരു സഹായം ആവശ്യമായിരിക്കുന്നത്. നമ്മെപ്പോലുള്ള മറ്റൊരു മനുഷ്യൻ്റെ, അത് നമ്മുടെ മാതാപിതാക്കളാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, സുഹൃത്തുക്കളാകാം, അവരുടെയൊക്കെ സഹായത്തിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സർവശക്തനായ, അത്ഭുതവാനായ, മഹാവീരനായ ദൈവം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ സാധിക്കും, അതും നിഷ്പ്രയാസം. എന്താണ് നമുക്ക് പ്രതിവിധിയായി, പരിഹാരമായി അതിജീവനത്തിന് ആവശ്യമായിരിക്കുന്നത്? ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെ ഇരിക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ ആശ്രയിക്കുക, ആ ദൈവത്തിൽ ശരണപ്പെടുക, ആ ദൈവത്തെ മുറുകെ പിടിക്കുക, ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുക, ആ ദൈവത്തെ ജീവിത സഹിയാക്കുക. ആ സർവശക്തനായ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ഒരു മഹാവീരനെ പോലെ നമ്മോടുകൂടെ ഇരുന്ന് അന്ത്യത്തോളം, അതെ,
ജീവിതാന്ത്യത്തോളം നമ്മെ അവിടുന്ന് പരിപാലിക്കുവാനും പരിപോഷിപ്പിക്കുവാനും വഴി നടത്തുവാനും ഇടയാകും. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പോൽക്കാലം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാം. ആമേൻ.